Hi all, welcome to Rainbow Learners. ബംഗാളിലെ ആദ്യ ഗവർണർ Robert Clive, ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ Warren Hastings, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ William Bentinck Prabhu, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ Canning Prabhu, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി Canning Prabhu, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി Mountbatten Prabhu, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ Mountbatten Prabhu തന്നെ, സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ C. രാജഗോപാലാചാരി, ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറൽ C. രാജഗോപാലാചാരി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു, ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ ഗവർണർ ജനറൽ എലൻ ബറോ പ്രഭു, ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ബെന്റിക് പ്രഭു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടിരുന്ന ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർ ജനറൽ കാഴ്സൺ പ്രഭു, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെട്ടിരുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു, ബംഗാൾ ടൈഗർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരെയാണ്? റിച്ചാർഡ് വെല്ലസ്ലി, ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ ചാൾസ് മെറ്റ്കാഫ്, ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് കോൺവാലിസ് പ്രഭു, ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി പ്രഭു, ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയതാര്? റോബർട്ട് ക്ലൈവ്, ബംഗാളിൽ ദ്വിഭരണം റദ്ദ് ചെയ്ത ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ്, ഹെവൻ ബോൺ ജനറൽ, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവ്, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു, പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്, വൈസ്രോയിമാർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭു, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച വൈസ്രോയി മേയോ പ്രഭു, ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു, പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു, ആൻഡമാനിൽ വച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയി മേയോ പ്രഭു, സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു, 1862 കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ച വൈസ്രോയി എൽജിൻ പ്രഭു, ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നത് റിപ്പൺ പ്രഭു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭു, തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭു. എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് വിലയിരുത്തൂ, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? റിപ്പൺ പ്രഭു. 1886 പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചത് ഡഫറിൻ പ്രഭു. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിന്റോ രണ്ടാമൻ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹർഡിഞ്ച് രണ്ടാമൻ. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. ബംഗാളിൽ നിന്ന് ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി ഹർഡിഞ്ച് രണ്ടാമൻ. കരിനിയമം എന്നറിയപ്പെട്ട റൗലത്ത് ആക്ട് പാസാക്കിയ വൈസ്രോയി ചംസ്ഫോർഡ് പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. റൗലത്ത് ആക്ട് റദ്ദ് ചെയ്ത വൈസ്രോയി റീഡിംഗ് പ്രഭു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ.